സമയം 6 മണി ആയോ നീൽ? ഇല്ല, ഇപ്പൊ 5:30 ആയുള്ളൂ. എങ്ങനെയാ സമയം നോക്കേണ്ടതെന്ന് നിനക്ക് അറിയാമോ നീൽ? നിനക്കും പഠിക്കാൻ പറ്റും. കോക്കോ ടിവി കിഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. മുകേഷ് എപ്പോഴും തന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും കളിയാക്കിക്കൊണ്ടേയിരിക്കും. ഇത് നോക്ക് സാധന, നീ എന്തിനാണ് ഇത്രയും മേക്കപ്പ് ഇട്ടിരിക്കുന്നത്? നിന്റെ വയസ്സെന്താന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വയസ്സ് മറക്കണ്ട, ഞാൻ നിങ്ങളെക്കാളും ചെറിയവളാണ്. അങ്ങനെയാണോ? എന്നാ നിന്റെ വെള്ളം മുടിയും കുറച്ച് കറുപ്പടിച്ചു കൊടുക്ക്. നീ എന്ത് മുടി വാരി വെച്ചാലും മേക്കപ്പ് ഇട്ടാലും നീ വയസ്സായ ഒരു അമ്മമ്മയാണെന്ന് നീ മറക്കാൻ പാടില്ല, മനസ്സിലായോ? അതെ, ഞാൻ കിളവിയാണ്. പക്ഷേ കുറച്ചു നേരെ സംസാരിക്കൂ. നിങ്ങളുടെ അവസ്ഥയും അത് തന്നെയല്ലേ? ഇത് നോക്ക് സാധന, എനിക്ക് ഒരു ചെലവും ഉണ്ടാവില്ല. പക്ഷേ നീ നിന്നെ ഈ അലങ്കരിക്കുന്നൊക്കെ ഒന്ന് നിർത്തിക്കണം. എന്നാൽ എനിക്ക് കുറെ ബാക്കി കിട്ടുള്ളൂ. നിന്റെ ഈ മേക്കപ്പ് ചെലവും പിന്നെ ഡ്രസ്സിന്റെ ചെലവൊക്കെ വല്ലാതെ കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ ചെലവൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നീ അലങ്കരിക്കുന്നൊക്കെ നിർത്തിയാൽ വെച്ചാലേ ആ ചെലവിലുള്ള കാശ് കൊണ്ട് ഞാനൊരു പുതിയ വീട് തന്നെ വാങ്ങാൻ പറ്റും. അറിയുമോ നിനക്ക്? വീട് വാങ്ങി എന്ത് ചെയ്യാൻ പോകുന്നു? വേറെ എന്ത്, രണ്ടാമത്തെ കല്യാണം. അപ്പോഴാണ് വീടിന്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. അവിടെ ഒരു പെൺകുട്ടി നിന്നു. ശരി പറയൂ, നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? അല്ല സാധന, ഞാനാണ് ജമുന. നിനക്കെന്നെ മനസ്സിലായില്ലേ? അല്ല നീയോ? നീ എങ്ങനെയാ ഇത്ര ചെറുപ്പം? നിന്റെ മുടി മുൻപത്തെക്കാളും ഇപ്പോൾ കറുത്തിട്ടുണ്ടല്ലോ. അതെ, ഞാൻ ഇന്നാണ് പ്രായം കുറയ്ക്കാനുള്ള ചായ കുടിച്ചത്. എന്നിട്ട് നോക്കൂ, എന്റെ രൂപം തന്നെ മാറിപ്പോയി. എന്ത്, പ്രായം കുറിക്കാനുള്ള ചായയോ? അതെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാൾ ഒരു ചായക്കട ഓപ്പൺ ചെയ്തിരിക്കുന്നു. അദ്ദേഹം പ്രായം കുറയ്ക്കാനുള്ള ചായ ചെയ്യുന്നു. അത് കുടിച്ചാൽ പ്രായമായവരുടെ വയസ്സൊക്കെ ചെറുപ്പമാകും. ഞാനും എന്റെ ഹസ്ബൻഡും ചേർന്ന് ആ ചായ കുടിച്ചു. ഇപ്പോൾ കണ്ടോ ഞങ്ങളെ കാണാൻ ചെറുപ്പമായത്? വാവ്, ഇത് വളരെ നല്ലതാണല്ലോ. സാധനയുടെയും മുകേഷിന്റെയും മകൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ശരി, നിങ്ങളുടെ വയസ്സെന്തോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ചായ കുടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ടോ? ഇല്ല മോനെ, ഇത് കാരണം ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പ്രായമായത് തന്നെയാണ് കഷ്ടമായിരുന്നത്. പ്രായം കുറഞ്ഞതിൽ എന്താണ് കഷ്ടം? ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ ചായ വാങ്ങിക്കൊടുക്ക്. അവരുടെ എല്ലാ കഷ്ടവും മാറിപ്പോകും. സാധനയും മുകേഷും മാറി മാറി അവരെ നോക്കി. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒരു പക്ഷേ ഈ ചായ കൊണ്ട് എന്റെ ശരീരത്തിൽ ബലം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചായ കുടിക്കുന്നതിൽ ഒരു തെറ്റില്ലെന്ന് തോന്നുന്നു. നമുക്ക് കുടിക്കാം. ആ, അതും ശരിയാണ്. വരൂ, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ചായ കുടിക്കാം. സാധനയും മുകേഷും യമുനയോടൊപ്പം ആ ചായക്കടക്കാരന്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെ നോക്കൂ, ഇവർ രണ്ടുപേരും എന്റെ സുഹൃത്താണ്. ഇവരിങ്ങനെ പ്രായമായതിൽ ഒരുപാട് വിഷമിക്കുന്നു. നിങ്ങൾ ഇവർ രണ്ടുപേർക്കും നിങ്ങളുടെ സ്പെഷ്യൽ പ്രായം കുറയ്ക്കുന്ന ചായ ഒന്ന് കൊടുക്കുമോ? അതെ അതെ, തീർച്ചയായും. അവർ സാധനയ്ക്കും മുകേഷിനും രണ്ടുപേർക്കും ഓരോ ഗ്ലാസ്സിൽ ചായ നൽകി. നിങ്ങൾ ഈ വയസ്സ് കുറയ്ക്കുന്ന ചായ ഒരു പ്രാവശ്യം കുടിച്ചു നോക്കൂ, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാകും. സാധനയും മുകേഷും ആ ചായ കുടിച്ചു. ഉടൻ തന്നെ അവരുടെ പ്രായമൊക്കെ മാറി അവർ ചെറുപ്പമായി. അവരുടെ വെളുത്ത മുടിയൊക്കെ കാണാതെ പോയി. അല്ല, വാവ്, ഇത് എന്തൊരു അതിശയമാണ്. നന്ദിയുണ്ട് അനിയത്തി, നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കഴിഞ്ഞു. ഹാ, പിന്നെ എനിക്കും തന്നെ. ഇതെല്ലാം തന്നെ എന്റെ മാന്ത്രിക ചായ കൊണ്ടല്ലേ വന്നത്. ഇപ്പോൾ നിങ്ങൾ ചെന്ന് സന്തോഷത്തോടെ ജീവിക്കൂ. പോകൂ. സാധനയും മുകേഷും അവർക്ക് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ മകൻ രമന് തന്നെ അവരെ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ രണ്ടുപേരാണോ? ഹാ, നോക്ക്, ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പമായി മാറി. ഇതിനു ശേഷം നീ ഞങ്ങൾക്ക് വേണ്ടി മരുന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല മോനെ. നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങളുടെ എല്ലാ സൂക്കേടും മാറിക്കഴിഞ്ഞു അല്ലേ? അതെ മോനെ, ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷമായിട്ടുണ്ട്. അന്ന് മുഴുവൻ മുകേഷിന്റെ മൊത്ത കുടുംബവും വളരെ സന്തോഷത്തോടെ ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ മുകേഷ് എണീറ്റു. പക്ഷെ അവന്റെ അമ്മയും അച്ഛനും ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അച്ഛാ, എന്തുപറ്റി? അമ്മ, അച്ഛാ, എന്തുപറ്റി? അമ്മ, അച്ഛാ. രമൻ അത്ര നേരം വിളിച്ചും അവർ രണ്ടുപേരും എണീക്കാത്തത് കൊണ്ട് രമൻ റൂമിനകത്തേക്ക് ചെന്ന് നോക്കി അതിശയിച്ചു പോയി. അവനെ കൊണ്ട് ഇത് വിശ്വസിക്കാനേ പറ്റിയില്ല. അമ്മേ, അച്ഛാ, എന്തുപറ്റി? അമ്മേ, അച്ഛാ.
അവന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ശില്പങ്ങളായി മാറിയിരുന്നു. അവൻ അവിടെ തന്നെ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത വീടുകളിൽ നിന്നും കരയുന്ന ശബ്ദം കേട്ടു. രമൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളും ശില്പങ്ങളായി മാറിയിരുന്നു. രമൻ എല്ലാവരുടെ വീട്ടിലും ചെന്ന് നോക്കി. എന്റെ അമ്മയും അച്ഛനും ഇവരെങ്ങനായോ? എന്റെ അച്ഛനമ്മയും ഇതുപോലെ ശില്പങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അവന് പുറത്തു നിന്നും വേറൊരു ഗ്രാമത്തിൽ കരയുന്ന ശബ്ദം കേട്ടു. വരൂ, നമുക്ക് പുറത്തു പോയി നോക്കാം. അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുകൾ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്താ, നിങ്ങളുടെ എല്ലാ കുടുംബക്കാരും ശില്പങ്ങളായിട്ട് മാറിക്കഴിഞ്ഞോ? അതെ, എന്റെ അമ്മയും. എന്റെ അമ്മയും അച്ഛനും രണ്ടുപേരും. എന്റെ ദൈവമേ, ഇനി നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ വയസ്സ് കുറയ്ക്കുന്ന ചായക്കാരി പെണ്ണും കാണുന്നില്ല. നമ്മൾ അവരെ പിടിച്ചിട്ട് ശിക്ഷിക്കണം. അവള് കാരണമാണ് എന്റെ അമ്മയ്ക്കും അച്ഛനും ഇന്ന് ഈ അവസ്ഥയുണ്ടായത്. എനിക്കെന്തോ ആ ചായ കൊണ്ടുവന്ന പെണ്ണ് അത്ര പാവപ്പെട്ടവരാണെന്ന് തോന്നുന്നില്ല. നമ്മൾ എല്ലാരും നേരിട്ട് ചെന്ന് സ്വാമിജിയെ എന്തായാലും കണ്ടേ പറ്റൂ. അദ്ദേഹത്തോട് എന്തെങ്കിലും വഴി ചോദിക്കാം. അതെ, ഇത് ശരി തന്നെയാണ്. രമനും കുറച്ച് ഗ്രാമത്തിലെ ആളുകളും കൂടി ആ ബാബയെ കാണാനായി ചെന്നു. ബാബ, ഞങ്ങൾ കുടുംബക്കാരെല്ലാരും ശില്പങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അവരെല്ലാരും ഈ ചായ കുടിച്ചതിന് ശേഷമാണ് അവരിതുപോലെ മാറിയിട്ടുണ്ട്. ഇത് അവളുടെ പണി തന്നെയാണ്. ഈ മന്ത്രക്കാരി എല്ലാരെയും വശീം ചെയ്ത് ചായ കൊടുത്ത് എല്ലാരെയും ശലയാക്കി കളയുന്നു. ഇതാണ് അവളുടെ തന്ത്രം. എല്ലാരെയും വശീയപ്പെടുത്തിയിട്ട് അവളും ശക്തി കൂട്ടി അവൾ എപ്പോഴും എളിമയോടെ ഉണ്ടാവും. എന്ത്? ആ മോശമായ മന്ത്രവാദിക്ക് കുറെ ശക്തികളുണ്ട്. അതുകൊണ്ടാണ് അവൾ എല്ലാവരുടെ ശക്തിയും എടുത്തു വെക്കുന്നത്. ഞങ്ങളുടെ അച്ഛനും അമ്മമാരൊക്കെ എങ്ങനെയാണ് തിരിച്ചു വരിക സ്വാമിജി? ഞങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടത്തോടെയാണ് ആ ചായ കുടിച്ചത്. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ മന്ത്രവാദിയായ ചായക്കാരിയുടെ ചായ തന്നെ കുടിക്കണം. അപ്പോഴവൾ ഭസ്മമായി കഴിയും. അങ്ങനെ വെച്ചാൽ ആ മന്ത്രവാദി പെണ്ണിനെ കണ്ടുപിടിച്ച് അവളുടെ ചായ അവൾക്ക് തന്നെ ഞങ്ങൾ ഊറ്റി കൊടുക്കണോ? നിർബന്ധിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അവളുടെ ഇഷ്ടത്തോടെ അവളെ ചായ കുടിപ്പിക്കണം. പക്ഷേ ഒന്ന് ഓർമ്മ വെച്ചോളൂ മോനെ, ആ മന്ത്രവാദി പെണ്ണ് അതുപോലെ ചെയ്യാനേ പറ്റില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ യുക്തിയോടെ ആലോചിച്ചിട്ട് നിങ്ങളിത് ചെയ്യണം. എനിക്കെല്ലാം മനസ്സിലായി ബാബ. പക്ഷേ ഞാൻ എങ്ങനെയാണ് അവളെ കണ്ടുപിടിക്കുക? അവൾ നിങ്ങളുടെ ഗ്രാമത്തിന്റെ കിഴക്ക് ദിശയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ ദിശ നോക്കി പോയാൽ നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റും. മനസ്സിലായോ മക്കളെ? വളരെ നന്ദിയുണ്ട് ബാബ. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ബാബയുടെ ആശീർവാദം വാങ്ങിയിട്ട് ഗ്രാമത്തിലെ ആളുകളും രമണും അവിടെ നിന്നും തിരിച്ചു. രമൻ തന്റെ വേഷം മാറി. എന്നിട്ട് അവൻ അവന്റെ തലയ്ക്കും മീശയ്ക്കും വെള്ള നിറം നൽകി. വയസ്സായ രൂപക്കായിട്ട് അവൻ അവിടേക്ക് ചെന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം രമൻ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെന്നു. അപ്പോഴാണ് അവൻ ആദ്യമായിട്ട് ഒരു മരത്തിനരികിൽ ഒരു ചായക്കട കണ്ടത്. തീർച്ചയായും ഇതാണ് ആ മായമന്ത്രവാദി ചായക്കട. രമൻ അവരുടെ അടുത്തേക്ക് ചെന്നു. വരൂ വരൂ, എന്റെ ചായ കുടിച്ച് പ്രായം ചെറുപ്പമാക്കൂ. ഇതൊന്നും സാധാരണ ചായയല്ല, വയസ്സ് കുറയ്ക്കുന്ന മാന്ത്രിക ചായയാണ്. നിങ്ങളെ പോലെ വയസ്സായ ആളുകൾക്കുള്ളതാണ് ഈ ചായ. ഒരു പ്രാവശ്യം ഈ ചായ കുടിച്ചു നോക്കൂ, നിങ്ങളുടെ വിഷമമൊക്കെ മാറിപ്പോകും. ഒരു വഴിയായിട്ട് നിന്നെ ഞാൻ കണ്ടെത്തി. രമൻ ആ ചായ കയ്യിലെടുത്തു. എന്നിട്ട് അവൻ അത് കുടിക്കുന്നത് പോലെ അഭിനയിച്ചു. ഇത്രയും മോശമായ ചായയോ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ കുടിച്ചിട്ടില്ല. ചായയിൽ ആരെങ്കിലും ഉപ്പ് ഇടുവോ? അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസേ ഇല്ല. എന്റെ ചായയിൽ ഒരിക്കലും ഉപ്പുണ്ടാകില്ല. ഞാനെന്താ ഇപ്പൊ കള്ളത്തരം പറയണോ? നിനക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ നീ ആ ചായ ഒന്ന് കുടിച്ചു നോക്ക്. അവൾ ഒരു ഗ്ലാസ്സിൽ ആ ചായ എടുത്ത് ആ ചായ അവൾ തന്നെ കുടിച്ചു നോക്കി. ആ ചായ കുടിച്ചതും അവൾ മന്ത്രവാദിനിയുടെ രൂപത്തിലായി. ആ ചായ കുടിച്ചതും അവളുടെ ശരീരം കത്താൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം തന്നെ അവൾ ഭസ്മമായി മാറി. എന്റെ അച്ഛനും അമ്മ എല്ലാവർക്കും ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ തന്നെ ഗ്രാമത്തിലേക്ക് പോവാം. രമൻ അവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവന്റെ അച്ഛനും അമ്മയും വീണ്ടും പഴയതുപോലെ ആയി. അച്ഛാ, അമ്മേ, നിങ്ങൾക്ക് എല്ലാം ശരിയായില്ലേ? എന്റെ ദൈവമേ, നിങ്ങൾക്ക് കോടാനക്കോടി നന്ദി. രമണേട്ടാ! രമനും അവന്റെ കുടുംബവും വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ചേട്ടാ, നിങ്ങളുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഗ്രാമത്തിലുള്ളവർ എല്ലാരും രക്ഷപ്പെട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. നന്ദി, വളരെ നന്ദിയുണ്ട് ചേട്ടാ. അതെ ചേട്ടാ, ഞങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ ദൈവത്തെ പോലെയാണ്.
ഗ്രാമത്തിലെ ആളുകൾ രമന് നന്ദി പറഞ്ഞു. സാധനയും മുകേഷും രമനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു. ഒരു വിധത്തിൽ ആ മന്ത്രവാദിനിയുടെ കഥ കഴിഞ്ഞു. ആ വയസ്സ് കുറയ്ക്കുന്ന ചായ കാരണം എല്ലാവരുടെ ജീവിതവും മാറിപ്പോയി.